വയനാട്ടിൽ വ്യാജ വോട്ട് ആരോപണവുമായി ബി.ജെ.പി. 93,499 സംശയമുള്ള വോട്ടുകളുണ്ടെന്ന് ബി.ജെ.പി. നേതാവ് അനുരാഗ് താക്കൂർ ആരോപിച്ചു. 20,438 ഇരട്ട വോട്ടുകളെന്നും ആരോപണമുണ്ട്. 70,450 പേർ വ്യാജവിലാസത്തിലുള്ളവരെന്നും അനുരാഗ് താക്കൂർ ആരോപിച്ചു. വിനിത വിജയ് ഡൽഹിയിൽ ചെയ്തു. വിനിത, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രാഹുൽ ഒരു ആരോപണവുമായി വരുന്നു, മറു ആരോപണങ്ങളായി ബി.ജെ.പി. വരുന്നു. ഇപ്പോഴാണോ ബി.ജെ.പിക്ക് ഇതൊക്കെ ബോധ്യപ്പെടുന്നത്? എന്തൊക്കെ ആധികാരിക രേഖകൾ വെച്ചാണ് ഈ ഒരു ആരോപണം? വിവരങ്ങൾ. തീർച്ചയായും സുഹേൽ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ഇതാ ബി.ജെ.പിയും ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വയനാട് മണ്ഡലത്തെക്കുറിച്ചാണ് ബി.ജെ.പിയുടെ ആരോപണങ്ങളുള്ളത്. അതിൽ അനുരാഗ് താക്കൂറാണ് ഇത്തരത്തിലേക്കൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വയനാട്ടിൽ വ്യാജ വോട്ട് ആരോപണവുമായാണ് ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുന്നത്. 93,499 സംശയമുള്ള വോട്ടുകളുണ്ട് എന്നാണ് അനുരാഗ് താക്കൂർ പറയുന്നത്. ഇതിൽ 20,438 ഇരട്ട വോട്ടുകളാണെന്നും ആരോപണമുണ്ട്. 70,450 വോട്ടുകൾ വ്യാജവിലാസത്തിലുള്ളവരാണെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 4,246 വോട്ടുകൾ ഒരു വീട്ടിലെ കൂട്ട വോട്ടുകളാണ് ഇതെന്നും ബി.ജെ.പി. നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ 51,365 വോട്ടുകൾ കൂട്ടമായും ചേർത്ത വോട്ടുകളാണെന്നും അനുരാഗ് താക്കൂർ പറയുന്നുണ്ട്. ഇതിൽ മൈമുന എന്ന പേരുള്ള ഒരു വോട്ടർക്ക് 135, 115 ഒപ്പം തന്നെ 152 എന്നിങ്ങനെ 3 ബൂത്തുകളിലാണ് വോട്ടുണ്ടായിരുന്നതായും ബി.ജെ.പി. ആരോപിക്കുന്നത്. ഏറനാട് ഒപ്പം തന്നെ വണ്ടൂർ മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിലേക്ക് ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് നടന്നതായിട്ട് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. ഇതിൽ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മൈമുന എന്ന പേരുള്ള വോട്ടർക്ക്, അത് ഏറനാട് മണ്ഡലത്തിലാണിത്, 135, 115 ഒപ്പം തന്നെ 152 എന്നിങ്ങനെ 3 ബൂത്തുകളിലാണ് ഈ മൈമുന എന്ന വോട്ടർക്ക് വോട്ടുണ്ടായി എന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. ഒപ്പം തന്നെ വണ്ടൂരിൽ 52-ാം നമ്പർ ബൂത്തിൽ 52 വോട്ടർ ഐ.ഡികൾ അത് ഒരേ വിലാസത്തിലുള്ളതാണെന്നും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വയനാട് മണ്ഡലത്തെ സംബന്ധിച്ച് ഇപ്പോൾ ബി.ജെ.പി. ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ചില കണക്കുകളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് അനുരാഗ് താക്കൂറിന്റെ ആരോപണം രംഗത്ത് വന്നിരിക്കുന്നത്. സുഹൈൽ, വിനിത വിജയുടെ വിവരങ്ങൾ നൽകി.